ഹായ് ഫ്രണ്ട്സ്, ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിത് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തി, അതാരും ആവാം, നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പും ആവാം, നിങ്ങളെ വിശ്വസിച്ച ഒരു വ്യക്തി, ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസോ റിലേറ്റീവ്സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് റിലേഷൻഷിപ്പിലുള്ള ലവേഴ്സായിട്ട് ആരും ആയാലും അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ അതിൻ്റെ കർമ്മ ഫേസ് ചെയ്യുന്നുണ്ടോ? അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, നമുക്ക് നോക്കാം. The Tower, Four of Cups, Four of Swords, High Priestess, Seven of Swords, Nine of Swords, Six of Pentacles, Queen of Pentacles, Queen of Swords, Eight of Cups. ബോട്ടത്തിൽ 7 of Cups ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടവറാണ്. എപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് അവരത്രയും ഹാപ്പി ആയിട്ടിരിക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ടോ, ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്രയും ആ ഒരു ഹാപ്പിനെസ്സിന് ഒരു ടവർ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് വൻ തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ എങ്ങനെ ഹാപ്പി ഇരിക്കാമെന്ന് പോയോ, അവിടെ അത്രയും ഒരു വലിയ സങ്കട കടലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം അവിടെ ടവർ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴേ ഒരു തിരിച്ചടി, ആ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതാ നോക്കിക്കോളൂ, 9 of Swords വന്നിട്ടുണ്ട്. അപ്പോൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പുറത്ത് കാണിക്കുന്നുണ്ടാവും. ബട്ട് അവരുടെ ഉള്ളിൽ അത്രയും നീറിപ്പുകയാണ്. രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളെ കൂടെ ഇരുന്നപ്പോൾ നിങ്ങൾ അത്രയും ഈ ബന്ധത്തിന് വേണ്ടി ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടാവും, അവരത്ര നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവും, അവരോട് സത്യസന്ധമായിട്ട് മാത്രമേ നിങ്ങൾ നിന്നിട്ടുണ്ടാവും. ബട്ട് അതിനെല്ലാം എഗൻസ്റ്റ് ആയിട്ട് അവർ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതൊരു വലിയൊരു നീതികേടാണ് നിങ്ങളോട് കാണിച്ചിരിക്കുന്നത്. അവർ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് അവരിപ്പോൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കണ്ടോ, മുകളിൽ കുറേ കാക്കക്കൂട്ടാണ്. അത്രയും ഒരു നെഗറ്റീവ് ഫേസിലാണ് അവരിയ്ക്കുന്നത്. പിന്നെ 4 of Cups വന്നിട്ടുണ്ട്. അവർക്കിപ്പം മുമ്പിൽ അവരുടെ ലൈഫിനെ കുറിച്ച് ഓർക്കുമ്പോഴേ അവർക്ക് ഷോക്കായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവർ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. അവർ വേറെ ലെവലിലിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. നിങ്ങളെ തഴഞ്ഞിട്ടായിരിക്കാം, നിങ്ങളെ വഞ്ചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണെങ്കിൽ. ബട്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളോടൊപ്പം ഇരുന്നതിൻ്റെ ഒരു അത്രയും 1% പോലും അവർക്കിപ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല. മുമ്പിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ സ്റ്റക്കാണ് ആളിപ്പോൾ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്താണ് അവരിപ്പോൾ അനുഭവിക്കുന്ന സ്റ്റക്ക് സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല അവർക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 4 of Swords വന്നിട്ടുണ്ട്. ഒരു ബന്ധനത്തിൽ പെട്ട് കിടക്കുന്ന അവസ്ഥ. അവർക്ക് തന്നെ അറിയില്ല എന്താണ് വേണ്ടത്. കാരണം നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് തന്നിട്ടാണ് അവർ പോയത്. അപ്പോൾ അവർ വിചാരിച്ചു അതേ ഹാർട്ട് ബ്രേക്കിംഗ് എനിക്ക് കിട്ടും എന്ന് ആ വ്യക്തി ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോൾ ആ ഹാർട്ട് ബ്രേക്കിംഗ് വന്നപ്പോഴാണ് നിങ്ങൾക്ക് തന്ന ഹാർട്ട് ബ്രേക്കിംഗ് എത്ര വലുതായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി. ഇങ്ങനെ ഒരു വ്യക്തി കണ്ടോ, ഒരു ബന്ധനത്തിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നതാണ്. ആ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്നും അറിയില്ല, പുറത്തു വരാൻ കഴിയുന്നുമില്ല എന്നുള്ളതാണ് സത്യം. ബട്ട് ഇതാരോട് പറയാനും കഴിയുന്നില്ല. കാരണം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് ചെയ്ത നീതികേട് പലർക്കും അറിയാമായിരിക്കാം. അതിൻ്റെ കർമ്മ ഫേസ് ചെയ്യുന്നു ഇന്ന് ഇവർ തന്നെ കാണിച്ചു കൊടുക്കുന്നത് പോലെ ആവും എന്നുള്ള ഒരു ചിന്തയും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ ഇവർ നടക്കുന്നുണ്ടാവും. ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ കുറേ നെഗറ്റീവ് എനർജികളുടെ നടുവിലാണ്. അത് കുറേ വ്യക്തികളായിരിക്കും, ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും, എന്തോ ആവാം. ബട്ട് അതിൽ നിന്ന് അവർ ഒളിച്ചോടിപ്പോയാലോ എന്നവർ ആഗ്രഹിക്കുന്നു. ഓടാൻ ശ്രമിക്കുന്ന എനർജിയാണ്. ബട്ട് ആ എനർജീസ് ഒന്നും വിടില്ല അവരെ. അതിങ്ങനെ വളഞ്ഞിട്ട് അവരിവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ശ്രമിക്കുമ്പോൾ അത് വളഞ്ഞിട്ടവരെ. കാരണം കർമ്മം അങ്ങനെയാണ്, നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരു സമയം നമ്മളെ ചുറ്റി വരിക തന്നെ ചെയ്യും. അത് പ്രപഞ്ച നിയതിയാണ്. അതിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതിൽ നിന്ന് ഒളിച്ചോടാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, ബട്ട് അവർക്ക് കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻസിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടിയാൽ മതി, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. പിന്നെ ഇവിടെ 6 of Pentacles വന്നിട്ടുണ്ട്.
അവരെന്ത് തന്നു നിങ്ങൾക്ക്, അതേ നാണയത്തിൽ അവർക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളെ കൂടെ ഇരുന്നപ്പോൾ നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, സത്യസന്ധവും ആത്മാർത്ഥമായി നിങ്ങൾ നിന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്രയും നിങ്ങളുടെ കാര്യങ്ങൾ പോലും മാറ്റി വെച്ച് അവർക്ക് വേണ്ടി നിങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ബട്ട് അവർ അതൊന്നും അവർ മാനിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒന്നും ചെയ്തതായി പോലും അവർ കാണിച്ചിട്ടുണ്ടാവില്ല, പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കൂടെ ഉണ്ടാവും നിങ്ങൾ എന്താണ് ചെയ്തതെന്നൊക്കെ. ബട്ട് ഇപ്പോൾ ഇങ്ങനെ നിങ്ങളോട് ചെയ്തത് അവർക്ക് മറ്റു പല വ്യക്തികളിലൂടെ അത് കിട്ടുന്നു എന്നാണ് കാണുന്നത്. മേ ബി കുറച്ച് പേരൊക്കെ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ വേറൊരു വ്യക്തിയെ തേടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും അവിടെ ഈ വ്യക്തി അത്ര എഫേർട്ട് ഇട്ട് നിന്നിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു എഫേർട്ടും അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയും കാണിക്കാതെ നിങ്ങൾക്ക് ഒരു വാല്യൂം തരാതെ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അത്രയും ഇവർ എനർജി കൊടുത്ത് ആണ് എൻ്റെ എല്ലാം, അവിടെയാണ് സന്തോഷം, അവർ ലൈഫ് ലോങ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് എനർജിയാണോ നിങ്ങൾക്ക് തന്നത് അത് അവിടെ നിന്ന് കിട്ടുന്നു. അതാണ് ഒരു ജഡ്ജ്മെൻറ്റ്. ആ ജഡ്ജ്മെൻറ്റ് അവരിപ്പോൾ ഫേസ് ചെയ്യുന്നു. ഇവിടെ അതെല്ലാം ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്തതൊന്നും തിരിച്ചവർ തന്നിട്ടില്ല എന്നുള്ള സത്യം അവർ ഇപ്പം തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. നമ്മൾ ഓരോ ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നതും മറ്റുള്ളവരുടെ ആ വേദന എന്താണ്, ഹൃദയവേദനയുടെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നതും ആ ഒരു കർമ്മ ഫേസ് ചെയ്യുമ്പോഴാണ്. ആ ഒരു ഫേസിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവുമ്പോൾ നിങ്ങൾ അതോടെ തീർന്നു, നിങ്ങൾ ലൈഫിൽ അത്രയും ലോസ് ആവും, നിങ്ങൾ തകർന്നു പോവും, നിങ്ങൾക്ക് ഇനി അങ്ങോട്ടെല്ലാം നാശവും നഷ്ടവും. കാരണം അവരാണല്ലോ ധർമ്മവും സത്യവും ഒന്നും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കെല്ലാ ജയവും നിങ്ങൾക്കെല്ലാ തോൽവിയും നാശവും മാത്രമായിരിക്കും എന്നാണ് അവർ കരുതിയിരുന്നത്. അവരങ്ങനെ ഒരു കർമ്മയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആ കർമ്മയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഉയർന്ന് സക്സസ്സിനെ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് തന്നെയാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ എത്രത്തോളം സക്സസ്സിൽ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ബട്ട് അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു സക്സസ്സിലേക്കും കുറച്ച് പേരൊക്കെ മണിയൊക്കെ സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു ചില വ്യക്തികൾ വന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റാരോടെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെയാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നു, നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിച്ചതുമെല്ലാം അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളൊരു താഴ്ന്ന ഒരു ലോ എനർജിയിലേക്ക് വരുമെന്നാണ് അവർ കരുതിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്യൂൻ ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. നിങ്ങളൊരു ഹൈ എനർജി എന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നിങ്ങളെ വാക്കുകൾ കൊണ്ടൊക്കെ അവർ തകർത്തിട്ടുണ്ടാവും. അവരെ ജയിക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതായത് സംസാരിച്ച് ജയിക്കുക, അല്ലെങ്കിൽ എല്ലാറ്റിനും അവർ കുറേ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്തും നിങ്ങളെ കൺട്രോൾ ചെയ്തും നിങ്ങളെ എപ്പോഴും അവർക്ക് ഒരു മത്സരമാണ് നിങ്ങളെ തോൽപ്പിക്കുക, നിങ്ങളെ മുമ്പിൽ ജയിക്കുക. എപ്പോഴും അവർ ജയിക്കും, നിങ്ങൾ ഒരിക്കലും ജയിക്കില്ല എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു അവർക്ക്. ബട്ട് ഇപ്പോൾ നിങ്ങൾ അത്രയും ഒരു ബോൾഡ് എനർജിയിലാണ്. നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു എന്നൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതിൽ കുറച്ച് പേരൊക്കെ അവർ കരുതിയിട്ടുണ്ടാവും, അവരിങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് ഇവർ പോകുമ്പോൾ നിങ്ങൾ അവരെ ഒരുപാട് ചേസ് ചെയ്ത് യാചിച്ച് അപേക്ഷിച്ച് അവരുടെ പുറകെ ഇങ്ങനെ നിങ്ങൾ പോകുമെന്നൊക്കെ അവർ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രതീക്ഷിച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ. ബട്ട് നിങ്ങൾ അങ്ങനെ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ അതിൽ അങ്ങനെ പോയിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു എനർജി ചിലപ്പോൾ ആ സമയത്ത് പോയിട്ടുണ്ടാവും കുറച്ച് പേര്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലില്ല. നിങ്ങൾ വളരെ സ്ട്രോങ് എനർജി ആണെന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം പിന്നിൽ ഉപേക്ഷിച്ചു. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുള്ള സ്നേഹം, ഇഷ്ടം, ആ വ്യക്തിയുള്ള റിലേഷൻഷിപ്പ് എല്ലാം നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആ പ്രകാശമുള്ള ആ വ്യക്തിയോടൊപ്പം ഇരുന്നപ്പോൾ കണ്ടോ, ഇവിടെ കുറേ ഇരുട്ടാണ്, നിങ്ങൾ കുറേ ഇരുട്ടിലായിരുന്നു. ബട്ട് ആ ഇരുട്ടിനെ ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിനെ നോക്കി നിങ്ങളുടെ ആ സന്തോഷം സമാധാനപൂർണമായ ആ ഒരു പ്രകാശമുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ നടന്നു പോകാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഫൈനലി അവർ മനസ്സിലാക്കുന്നത്. ഇതിൽ കുറച്ച് പേരൊക്കെ നിങ്ങൾ എന്തായാലും അങ്ങനൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെ നോക്കി പോയിട്ടുണ്ടാവും. അവരെ വിട്ട് കാരണം നമ്മൾ നെഗറ്റീവ്സ് ആണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ആ നെഗറ്റീവ്സിൽ നമ്മളിങ്ങനെ
പെട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം പോലും സന്തോഷമായിട്ടോ സമാധാനമായിട്ടോ ഇരിക്കാൻ കഴിയില്ല. എപ്പോൾ നമ്മൾ അതിനെ ആ ഒരു കംഫർട്ട് സോൺ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു, അവിടെ നിന്ന് തുടങ്ങും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. പിന്നെ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ്, സന്തോഷമൊക്കെ നമ്മളെ തേടി വരും. അത് ജീവിതത്തിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ മണി, കരിയർ, ജോലി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒന്നുമില്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു സന്തോഷം, സമാധാനം, അതിനെ നോക്കി നിങ്ങൾ പോകുന്നു എന്നാണ് ഫൈനലി ചിന്തിക്കുക. ബോട്ടത്തിൽ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ വ്യക്തി ഒരു സ്റ്റേബിളായിട്ടുള്ള വ്യക്തിയല്ല. ഈ വ്യക്തിക്ക് യുടേതായ ഒരു അഭിപ്രായമോ ഈ വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഈ വ്യക്തി ഇന്നൊന്ന് പറയും, നാളെ ഒന്ന് പ്രവർത്തിക്കും, മറ്റന്നാ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ്. ഒന്നിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വ്യക്തി, ഒന്നിനെയും ചൂസ് ചെയ്യാൻ പറ്റില്ല ഇവർക്ക്. ഇവരുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ടാവും, ഒന്നിലും ഇവർ ആത്മാർത്ഥമായിട്ട് നിൽക്കില്ല, ആരോടും ആത്മാർത്ഥമായിട്ട് നിൽക്കില്ല. എല്ലാവരോടും ഈ വ്യക്തിക്ക് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അത് പിടിച്ചാലോ ഇത് പിടിച്ചാലോ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കൺഫ്യൂഷനുള്ള, എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എപ്പോഴും എന്തെങ്കിലും ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ചായിരിക്കും. അവരങ്ങനെയാണ്, ഇവർ അങ്ങനെ പോയാലോ ഇങ്ങനെ പോയാലോ, എപ്പോഴും ഒരു കൺഫ്യൂഷനിലും ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.